ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. ഞാനിപ്പം കറൻ്റ്ലി 38 വീക്സ് പ്രഗ്നൻ്റ് ആണ്. 38 വീക്സ് ഫിനിഷ് ആയിട്ടില്ല, ആ വീക്സിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെൻ്റെ ബേബി നമ്പർ 2 ആണ്. ആദ്യത്തെ എൻ്റെ ബേബി എന്ന് പറയുന്നത് നോർമൽ ഡെലിവറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫോർസെപ്സ് ഡെലിവറി ആയിരുന്നു. പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും അതൊരു ട്രോമാറ്റിക് ഡെലിവറി ആയതുകൊണ്ടും രണ്ടാമത്തെ ബേബി വന്നപ്പം ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇലക്റ്റീവ് സിസേറിയൻ സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് 39th വീക്കിലാണ് കേട്ടോ. അപ്പം നോർമലി ഇവിടെ 39th വീക്കിലാണ് CS ഡേറ്റ് കൊടുക്കാറ്. അപ്പം ഞാനിപ്പോൾ 38 വീക്സ്, അപ്പം 1 more വീക്കും കൂടി ഉണ്ട് സിസേറിയൻ സെഷന്. എന്നാലും കുറച്ച് നേരത്തെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നാൽ ഇതെടുത്തോണ്ട് ഓടാലോ എന്ന് കരുതിയിട്ടാണ് കുറച്ച് നേരത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പേ അതിനെ രണ്ടായിട്ട് തിരിക്കാം കേട്ടോ. ഒന്ന് ബേബിക്ക് വേണ്ടിയിട്ടുള്ളതും രണ്ടാമത് മദറിന് വേണ്ടിയിട്ടുള്ളതും. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഗൗൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലോത്ത്സ്, നല്ല ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ കരുതണം. അപ്പം ഞാൻ ഹോസ്പിറ്റൽ ഗൗണിനെ കഴിഞ്ഞും പ്രിഫർ ചെയ്യുന്നത് എൻ്റെ സ്വന്തം ക്ലോത്ത്സ് ആണ്. അപ്പം ഞാൻ ഒരു 2 ജോഡി ഇതാണ് പൈജാമയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഇട്ടാൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ ഫ്രണ്ട് ഓപ്പൺ ഉള്ള ഷർട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. പിന്നെ നഴ്സിംഗ് ബ്രാ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും കാര്യങ്ങൾ. പിന്നെ വേണ്ടത് മെറ്റേണിറ്റി പാഡാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതൊന്നും എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഹോസ്പിറ്റലിൽ മെറ്റേണിറ്റി പാഡ്, അതുപോലെ ഹോസ്പിറ്റലിൽ ഗൗണ്, അതുപോലെ ടോയ്ലറ്ററീസ്, നമുക്ക് ബ്രഷ്, പേസ്റ്റ്, ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ തന്നെ വേണം, അതാണ് കംഫർട്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. അപ്പം ഞാനിതൊക്കെ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം മെറ്റേണിറ്റി പാഡ്, അതുപോലെ തന്നെ 2 ജോഡി ക്ലോത്ത്സ് ഇടാൻ, അതുപോലെ നമ്മുടെ ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ എടുത്ത് നമുക്ക് വെക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിഞ്ഞ തവണത്തെ പ്രഗ്നൻസിയിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായി തോന്നിയ 1-2 സാധനങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതിലൊന്നെന്ന് പറയുന്നത് ഇതേ ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. അപ്പം ഞാൻ ബ്രസ്റ്റ് പമ്പും കൊണ്ടുപോകുന്നുണ്ട്. കാരണം ബ്രസ്റ്റ് പമ്പ് ഒരു നല്ലൊരു ഇൻവെൻഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ അമ്മമാർക്ക് ഭയങ്കര ഒരു റിലീഫായിരിക്കും ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ. കാരണം എല്ലാ സമയവും എല്ലാ 2 മണിക്കൂറിലും നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് നമ്മളും ടയേർഡായിരിക്കും. അപ്പം നമ്മൾ ഏത് സമയം എടുത്ത് മടിയിൽ വെച്ച് 2 മണിക്കൂറിലല്ല 1.5 മണിക്കൂറിലല്ല കുഞ്ഞ് കരയുമ്പോഴൊക്കെ നമ്മൾ തന്നെ അടുത്ത് വേണമെന്ന് നിർബന്ധമാണ്. നമ്മൾ ഡയറക്റ്റ് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുമ്പം ബ്രസ്റ്റ് പമ്പും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക്, നമ്മുടെ ഹസ്ബൻഡിന് കൂടെ ഉള്ളവർക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പമ്പ് ചെയ്ത് ബോട്ടിലാക്കി വെച്ചാൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പം കൊച്ചിന് ഇപ്പം അമ്മ തന്നെ പാല് കൊടുക്കണമെന്നില്ല, ആര് പാല് കൊടുത്താലും കൊച്ചു കുടിക്കും. അപ്പം നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കുട്ടിക്ക് കിട്ടുന്നതും. എന്നാൽ ഈ പമ്പ് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി അമ്മമാർക്ക് റിലീഫായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും ആദ്യത്തെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ കൊളസ്ട്രം എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ സം ടൈം നമ്മൾ പ്രഗ്നൻ്റായി പ്രസവിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ നിപ്പിളൊക്കെ ആകെ ക്രാക്കായിട്ട് ഭയങ്കര വേദനയും, നമുക്ക് ഡയറക്റ്റ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ ഭയങ്കര പെയിൻഫുള്ളും. ഓൾറെഡി നമ്മൾ ഡെലിവറിയോ അല്ല CS എന്തോ ആയിക്കോട്ടെ, രണ്ടും പെയിൻഫുള്ളാണ്. അപ്പം ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് പാല് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അതൊരു വേദനയും ബുദ്ധിമുട്ടും ഇറിറ്റബിലിറ്റിയും ഒക്കെ വരുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എന്താ പറയുക, ഒരു നല്ലൊരു ഇൻവെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നിപ്പിൾ ഷീൽഡ് എന്നാണ് കേട്ടോ പറയുക ഇത്. അപ്പം ഇത് നമ്മൾ നിപ്പിളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേദന നമുക്ക് ഒഴിവാക്കാം ആദ്യത്തെ കുറച്ച് സമയം, അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. എന്നിട്ട് നമ്മൾ കുറച്ച് ആ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് ആ നിപ്പിൾ ക്രാക്കൊക്കെ പോയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വെച്ചാൽ എവറി ടൈം നമ്മൾ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കണമെന്നില്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മളെ സഹായിക്കാനും പറ്റും. അപ്പം ഞാൻ നിപ്പിൾ ഷീൽഡും ബ്രസ്റ്റ് പമ്പും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഹോസ്പിറ്റലിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചില ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യും ചെരുപ്പ്, പക്ഷെ ചില ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യത്തില്ല.
ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഒരു പെയർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ മദറിന് വേണ്ടിയിട്ട് വേണ്ട ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ മദറിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും, അതായത് ഇപ്പം ഈ ബ്രസ്റ്റ് പമ്പോ അല്ലെങ്കിൽ നിപ്പിൾ ഷീൽഡ് ഒന്നും ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ലെങ്കിലും നമ്മുടെ ഗൗണ്, അതുപോലെ തന്നെ പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, മെറ്റേണിറ്റി പാഡ്, പിന്നെ നമ്മൾ ഷവർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുന്ന് ടവൽസ് എല്ലാം അവിടുന്ന് കിട്ടും. സത്യത്തിൽ നമുക്കിതൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഒരു കംഫർട്ടിന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അതുപോലെ ഇപ്പം ഇവിടെ വിൻ്റർ ആണ്, എന്നാലും UK-നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് തണുപ്പൊന്നുമില്ല. അപ്പം നമുക്ക് ഡ്രസ്സിങ് ഗൗണിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരുപാട് തണുപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിങ് ഗൗണും കൂടി എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. എനിക്ക് പൊതുവെ എപ്പോഴും കുറച്ച് ചൂട് കൂടുതലുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സിങ് ഗൗൺ എടുത്ത് വെച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സോ ഇതൊക്കെയാണ് മദറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ ഈ ടോയ്ലറ്ററീസ് അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് സാധനമൊക്കെ എടുക്കുന്നതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിയോഡ്രൻറ്റ്, ഞാനിതാ ഒരു ഡോവിൻ്റെ ഡിയോഡ്രൻറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം പെർഫ്യൂമിന് പകരം ഡിയോഡ്രൻ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് രണ്ടും ഉപയോഗിക്കാത്തതാണ് ബെറ്റർ. കാരണം നമ്മൾ ന്യൂ ബോണിൻ്റെ കൂടെയാണല്ലോ കുറച്ച് 2 ദിവസം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും ഉപയോഗിക്കാത്തതാണ് നല്ലത്. പിന്നെ ഇത് വേണം നിർബന്ധമുള്ളവർക്ക് ലൈറ്റായിട്ട് മൈൽഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം. അതുപോലെ തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, എനിക്കറിയത്തില്ല എത്രത്തോളം എത്ര ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഷവർ ചെയ്യും, തലമുടിയൊക്കെ കഴുകി ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പം നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അവർ ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ CS ആണെങ്കിൽ മിനിമം 2 ദിവസം എന്തായാലും അവരവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ഡിസ്ചാർജ് തരത്തുള്ളൂ. അപ്പോൾ 2 ദിവസം എന്തായാലും ഉണ്ടാവും. നമ്മൾ ആ ഒരു സമയത്ത് തലയൊക്കെ നനച്ച് കുളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും ഷാംപൂ കണ്ടീഷണറൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക്, നിർബന്ധമുള്ളവർക്ക് ചെറിയ ബോട്ടിലുകളിലാക്കി അത് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അതും ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഷാംപൂ, കണ്ടീഷണർ, അതുപോലെ കോംബ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം അടുത്തതായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ബേബിക്ക് വേണ്ടി വേണ്ടതെന്ന് പറയുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ചെറിയ ഇങ്ങനത്തെ ഉടുപ്പുകളാണ്. അങ്ങനത്തെ ഒരു 3-4 ജോഡി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കറിയില്ല എത്രത്തോളം മാറ്റേണ്ട വരും എന്നൊക്കെ. അപ്പോൾ ഇത് തീരെ ചെറുതാണ്. നമുക്ക് ബേബീൻ്റെ സൈസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തീരെ ചെറിയ 3 പെയറും അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള പോലത്തെ ഒരു 2-3 പെയറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതാണ് സൈസ് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് അങ്ങനെ 2-3 എണ്ണം കരുതി. പിന്നെ അതുകൂടാതെ ഫുൾ സ്ലീവ് ഉള്ള, അതുപോലെ കാലും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള 2-3 കുഞ്ഞുടുപ്പുകളും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ബേബിനെ നമ്മൾ ഓർക്കുമ്പോൾ സ്വാഡിലൊക്കെ ചെയ്തിട്ടാണ് കിടത്തുക. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രഗ്നൻസിയിൽ കഴിഞ്ഞ തവണ എനിക്ക് ബേബി ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരു സംഭവമാണ് ഇത് സ്വാഡിൽ ചെയ്യാൻ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഇതിനകത്തോട്ട് ബേബിയുടെ കാലിറക്കി വെച്ചിട്ട് നമുക്ക് ബേബീനെ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ അമർത്തി വെക്കാം. അപ്പോൾ അവർ ആ വയറ്റിൽ കിടന്ന് അതേ ഒരു ഫീല് കിട്ടി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും. അപ്പോൾ ഫിയ ബേബിക്ക് ഇതൊക്കെ യൂസ് ചെയ്തത് ഭയങ്കര എന്താ പറയുക ഹെൽപ്ഫുള്ളായിരുന്നു. അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങി. അവൾക്ക് അധികം വഴക്കോ പരിപാടിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇത്തവണത്തെ ബേബി എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ ഇതൊക്കെ നമ്മൾ ഇത്തവണത്തെ ബേബിയിലും പ്രയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്വാഡിൽ ഇങ്ങനത്തെ 2 പെയർ സ്വാഡിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ഇതൊക്കെ ഇനി മടക്കി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2 പെയർ സ്വാഡിലായി, കൊച്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലോത്ത്സുകളായി. പിന്നെ അടുത്തത് ഞങ്ങൾ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഡിസ്ചാർജൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഡിൽ ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് വരാൻ പറ്റില്ല. കാരണം വീട്ടിലോട്ട് വരുമ്പം കാർ സീറ്റിൽ തന്നെ ഇരുത്തിയിട്ട് വേണം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നു വിടുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ. ഇവിടെ ഉള്ളവർക്കൊക്കെ അത് അറിയായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത് മേടിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞുടുപ്പ്. അതായത് കൈയും കാലും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൊച്ചു ഉടുപ്പാട്ടോ. ഇതാകുമ്പം അത്യാവശ്യം ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് കാർ സീറ്റിൽ ഇരുത്താനും, കാലൊക്കെ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ സ്വാഡിൽ ചെയ്ത് നമുക്ക് കാർ സീറ്റിൽ ഇരുത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊച്ചു ഉടുപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ ഒരു ചെറിയൊരു ക്യാപ്പും. അപ്പം തൊപ്പി ഇവിടെ വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പം ജനിച്ചു കഴിഞ്ഞ് 1-2 മണിക്കൂറത്തേക്ക് വേണ്ടി വരുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് അങ്ങനെ തല കവർ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറയാറ്.
പിന്നെ ഇവിടെ വിൻ്റർ ആണെങ്കിലും അത്ര തണുപ്പില്ല സത്യത്തിൽ, അത് റൂമിനകത്ത് പ്രത്യേകിച്ച്. അപ്പം എന്നാലും ഞാൻ ജസ്റ്റ് ഒരു പെയർ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു ജോഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഒരു രണ്ട് പെയർ മസ്ലിൻ ക്ലോത്ത്, എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ കൊച്ചിനെ റാപ്പ് ചെയ്യാനോ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ്. അതുപോലെ തന്നെ മസ്ലിൻ ക്ലോത്ത്സ് ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള 1-2 കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ പാലൊക്കെ പിന്നെ ഛർദ്ദിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വൈപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ദേ ഇങ്ങനെ ഒരു സംഭവം, ഇതിങ്ങനെ കഴുത്തിൽ വെച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പില്ലൊക്കെ ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഉടുപ്പ് മാറ്റേണ്ട ആവശ്യം വരത്തില്ല ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം ഇതും ജസ്റ്റ് ഒരു ജോഡി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ 1-2 എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എടുത്ത് വെക്കുന്നത് ഹഗീസിൻ്റെ പാഡാണ് കേട്ടോ, കൊച്ചുങ്ങൾക്കുള്ള. അതായത് നമ്പർ 1 സൈസാണിത്, അപ് ടു 5 kg വരെയാണ്. അപ്പം ഏകദേശം എല്ലാ കുട്ടികളും കവറാവും. 5 kg താഴെ ആയിരിക്കുമല്ലോ എല്ലാ കുട്ടികളും. അപ്പം അതുകൊണ്ട് ഇതൊരു പാക്കറ്റ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള നാപ്പീസ് എനിക്ക് തോന്നുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു വെക്കേണ്ട കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്, വൈപ്സ്. ഇതേ 99% വാട്ടറാണ്, അത് വേറെ ഫ്രാഗ്രൻസ് ഒന്നുമില്ല, മണവും ഇതൊന്നുമില്ല, ജസ്റ്റ് വെള്ളം മാത്രമാണ് ഈ വൈപ്സിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സ്കിന്നൊന്നും ഇറിറ്റേറ്റ് ആവാതെ നമുക്ക് സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു സംഭവം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാപ്പി റാഷും കൂടെ എടുത്തു വെക്കാം. ഡയപ്പറൊക്കെ ന്യൂ ബോണിൽ ഉപയോഗിക്കുമ്പം സംടൈം പെട്ടെന്ന് തന്നെ അവർക്ക് നാപ്പി റാഷ് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം വേണമെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നിപ്പിൾ ക്രാക്കിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ അതിനുള്ള ക്രീമുകൾ ഫാർമസിയിൽ അവൈലബിൾ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ അതും ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2 പെയർ സോക്സ് ആണ് കേട്ടോ. 2 പെയർ സോക്സേ ഞാൻ എടുത്ത് വെക്കുന്നുള്ളൂ, എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന്. പക്ഷെ എന്നാലും ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരു 2 പെയർ സോക്സ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേബിനെ പുതപ്പിക്കാനുള്ള സോഫ്റ്റ് ബ്ലാങ്കറ്റ്, അത് ഇതേ ഒരു 2 എണ്ണം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം അതും ഇത് ഇപ്പം ഈ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പം ബേബി ഉണ്ടായി കഴിയുമ്പോൾ അവിടെ നിന്നൊരു പാക്കേജ് കിട്ടും എന്നാണ് പറയുന്നത്. ആ പാക്കിനകത്ത് ഈ ബേബി ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ബേബിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ അടങ്ങിയ ഒരു പാക്കേജാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അത് പ്രതീക്ഷിച്ച് നമുക്കിതൊന്നും ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ 2 ജോഡി സോക്സ്, അതുപോലെ തന്നെ 2 ബ്ലാങ്കറ്റ്, പിന്നെ ടവലൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കുട്ടികളെ നമ്മൾ എന്താ പറയുക, ഉണ്ടായ പാടെ കുളിപ്പിക്കില്ല. അവരുടെ അംബ്ലിക്കൽ കോഡ് തനിയെ കട്ടായി പോകുന്നതും വരെ ഇവിടെ വാഷ് ചെയ്യാറില്ല. UK-ലൊക്കെ അങ്ങനെയാണ്. ഇനി ഇവിടെ വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത്തവണ പോകുമ്പോൾ അറിയാം. എന്തായാലും കുളിപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ചിലപ്പം തുടച്ചൊക്കെ എടുക്കുമായിരിക്കും, അത്രയൊക്കെ ഇവിടെ ചെയ്യുള്ളൂ. അപ്പം ഒരു ടവലിൻ്റെ ആവശ്യമില്ല. ഇനി അഥവാ ടവൽ വേണമെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് ടവലൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നല്ലൊരു ഇൻവെൻഷനായിട്ട് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങളുണ്ട് ആദ്യത്തെ പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ഒക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യമാണ് പാസിഫയർ. അപ്പം ഞാൻ 0 to 3 months പാസിഫയർ 2 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഫിയ ബേബിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായൊരു കാര്യമാണ്. ഉണ്ടായ പാടെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് ഇത് വെക്കുവാണെങ്കിൽ കുട്ടികൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അവരെ സൂത്തൻ ചെയ്യിക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായ ഒരു സംഭവമാണിത്. അപ്പം ഇതിന് ഒത്തിരി ബെനഫിറ്റ് ഉണ്ട്. എന്താ പറയുക, സഡൻ ഇൻഫാൻ്റ് ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ കുട്ടികളെ കുറച്ചുകൂടി റിലാക്സ് ആക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും അവരെ ഒന്ന് റിലാക്സ് ആക്കാൻ സൂത്തൻ ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായ ഒരു സംഭവമാണ് പാസിഫയർ. എന്നാൽ കുറേ പേര് ഇതിനെതിരൊക്കെയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയത്. ഏത് കരച്ചിലും ഇത് കൊടുത്താൽ അവർ നിർത്തും. അതുപോലെ തന്നെ ഫിയ ബേബിക്ക് ഏകദേശം ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങളത് നിർത്തിയത്. പാസിഫയർ വീൻ ഓഫ് ചെയ്തു, അതിലൊരു കുഴപ്പമില്ലായിരുന്നു. വീൻ ഓഫ് ചെയ്യാന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ച അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പാസിഫയർ ഇല്ലാതെയാണ്. പക്ഷേ ആ ഒരു 1.5 വയസ്സ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഈ പാസിഫയർ. സോ ഇത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ബ്രസ്റ്റ് പമ്പും പാസിഫയറും ഈസ് മസ്റ്റ് ഫോർ ഓൾ ദ വുമൺ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്.
ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുത്തു വെക്കുന്നുണ്ട് മറക്കാതെ. എല്ലാത്തിനെ കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ച് പാസിഫയറും ബ്രസ്റ്റ് പമ്പും. പിന്നെ ഇത് കൂടാതെ ഞാൻ 2 ഫീഡിങ് ബോട്ടിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ സൈസ് ഉണ്ട് കേട്ടോ. വെറുതെ നമ്മളൊരു ബോട്ടിൽ വാങ്ങി മേടിച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് 0 to 3 months ആണ് സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ഓട്ടയ്ക്കാണ് കേട്ടോ. അതായത് നമ്മൾ ഒരുപാട് കുട്ടികൾ സക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല തുടക്കത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിപ്പിൾ സൈസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ കുട്ടികളുടെ ഏജിനനുസരിച്ച് വേണം. അപ്പം ഇത് 0 to 3 months ബോട്ടിലാണ്. നമ്മൾ വാങ്ങിക്കുമ്പം എത്ര മന്ത്സ് ഉള്ള ബേബിക്കുള്ള ബോട്ടിലാണെന്ന് പ്രത്യേകം നോക്കിയിട്ട് വേണം വാങ്ങാൻ. അപ്പം ഞാൻ 2 ബോട്ടിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഈ 2 ബോട്ടിലും അതുപോലെ തന്നെ ഈ ഒരു നിപ്പിൾ ഷീൽഡും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പാക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അത് ചെയ്തിട്ടേ ഞാൻ പാക്ക് ചെയ്ത് വെക്കുള്ളൂ. കാരണം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവല്ലേ. അതുപോലെ തന്നെ ബ്രസ്റ്റ് പമ്പും നമുക്ക് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബോട്ടിൽ നമ്മൾ ബ്രസ്റ്റ് പമ്പ് ചെയ്ത് നമുക്ക് മിൽക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്കത് വാം ചെയ്ത് കുട്ടിക്ക് കൊടുത്താൽ മതി. ഇനിയില്ല, നമുക്ക് ആദ്യത്തെ 1-2 ദിവസമൊക്കെ അല്ലെങ്കിൽ ആദ്യത്തെ 1 ദിവസമൊക്കെ ചില അമ്മമാർക്ക് പാലില്ല, പാല് കുറവ് അങ്ങനെയൊക്കെ തോന്നുകയാണ്. കുട്ടികൾ നമ്മുടെ പാലിൽ അവർക്ക് വിശപ്പ് മാറുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാം. അപ്പം അത് വേണമെങ്കിൽ നമ്മുടെ ബാഗിൽ നമുക്ക് കരുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതും ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ UK എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യത്തില്ലായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ. അപ്പം ഞങ്ങൾ മിൽക്ക് പൗഡർ കൊണ്ടുപോയി, ബോട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ തവണ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് നമുക്ക് വാം വാട്ടറാണ് വേണ്ടത്, ചൂടുവെള്ളം. അത് പ്രൊവൈഡ് ചെയ്യത്തില്ല. അവരുടെ പോളിസി അനുസരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ വാം വാട്ടർ കൊടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ റെഡിമെയ്ഡ് ഫോർമുല മിൽക്ക്, അതായത് ലിക്വിഡ് ഫോമിലുള്ളത് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇത്തവണ ഞങ്ങളുടെ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് അന്വേഷിച്ചപ്പം ഇവിടെ റെഡിമെയ്ഡ് ലിക്വിഡ് ഫോർമുല മിൽക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ ഉപകാരപ്പെടും. ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് കൊടുക്കാം ബ്രസ്റ്റ് മിൽക്ക്, അഥവാ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ബേബിയുടെ കയ്യിലിടാനുള്ള മിറ്റൻസ് കൂടെ നമുക്ക് എടുത്തു വെക്കാം. അതായത് നമ്മൾ കയ്യിലിടുകയാണെങ്കിൽ അവർ തന്നെ മുഖമൊന്നും ചെന്ന് മാന്തുകയും അവരുടെ മുഖം അവർ തന്നെ മാന്തി പൊട്ടിക്കും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിറ്റൻസ് ഉപയോഗിക്കാം 2 കൈയിലും. അപ്പം പക്ഷെ എൻ്റെ ഇവിടുത്തെ കൊച്ചുടുപ്പുകളിലൊക്കെ കൈ കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അതെടുത്ത് വെക്കുന്നില്ല. അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ നമുക്ക് മിറ്റൻസ് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ തണുപ്പ് പ്രിവെൻറ്റ് ചെയ്യാനും, തണുപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഡെലിവറിക്ക് പോകുന്നതെങ്കിൽ അക്കോർഡിംഗ് ടു ദ രാജ്യവും അല്ലെങ്കിൽ വെതറൊക്കെ നോക്കിയിട്ട് നമുക്കത് എടുത്തു വെക്കാം. മിറ്റൻസ് വേണമെങ്കിൽ UK യിലൊക്കെ ആണെങ്കിൽ മിറ്റൻസും സോക്സും ഒക്കെ മസ്റ്റ് ആയിരിക്കും. അതുപോലെ അമ്മയ്ക്കാണെങ്കിൽ ഡ്രസ്സിങ് ഗൗൺസ്. ഇവിടെ അത്രയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ബേബി ചേഞ്ചിങ് ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുത്തു വെക്കാം. പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ബേബീൻ്റെ കാർ സീറ്റാണ്. കാർ സീറ്റ് ഇല്ലാതെ നമുക്ക് ബേബീനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നു വിടത്തില്ല. കാര്യം നമ്മുടെ ബേബിയൊക്കെ ആണെങ്കിലും കാർ സീറ്റ് ഇല്ലാതെ അവർ തന്നു വിടത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാർ സീറ്റ് ഉണ്ട്. അപ്പം അതെടുക്കാൻ മറക്കേ ചെയ്യരുത് ഹോസ്പിറ്റലിൽ. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് ആരെങ്കിലും വന്ന് വീട്ടിൽ നിന്ന് എടുത്താലും മതി. അപ്പോൾ ഹോസ്പിറ്റൽ അടുത്താണെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേബിക്കും മദറിനും വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പാക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലവർക്ക് ഇതിനെക്കഴിഞ്ഞും കൂടുതൽ അല്ലെങ്കിൽ കുറവോ ഒക്കെ പാക്ക് ചെയ്യണമെന്നുണ്ടായിരിക്കാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡും നമ്മുടെ ടോഡ്ലർ അല്ല നമ്മുടെ മൂത്ത കുട്ടിയൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കരുതണം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് വീട്ടിൽ വന്ന് മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഞാൻ എനിക്കും വരാൻ പോകുന്ന ബേബിക്കും ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്ക് സംസാരിക്കുമ്പോൾ ഇച്ചിരി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നുണ്ട്. അത് ഏകദേശം 9 months ആയതിൻ്റെ പിന്നെ കുറേ സമയം കുറേ ഫാസ്റ്റിൽ സംസാരിക്കുമ്പം ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Thank you all for watching this here video.